പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനുമായി ബിജു രമേശ് കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടത്തിയ അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ വി.എസിന് കൈമാറുമെന്ന് ബിജു രമേശ് അറിയിച്ചു. കേസുകൾ നിലവിൽ ഓൾറെഡി ഇരിക്കുകയാണ്. തമിഴ്നാട്ടിൽ തന്നെ വസ്തു വാങ്ങിച്ചാലുള്ള തട്ടിപ്പ്, ആൾമാറാട്ടം, ഒരുപാട് അതുപോലുള്ള കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ജനമധ്യങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിൻ്റെ ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇതിൻ്റെയൊക്കെ വസ്തുതകൾ ജനങ്ങളിലേക്ക് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിന് ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഉള്ള സോളിഡ് എവിഡൻസ് ആയിട്ടുള്ള പേപ്പേഴ്സ്, റെക്കോർഡ്സും എല്ലാം, പിന്നെ ഈ ട്രസ്റ്റിൻ്റെ തന്നെ ഇദ്ദേഹം വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള അതിൻ്റെ ഓരോ ബാലൻസ് ഷീറ്റ് അടക്കമുള്ള അതിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ, കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങൾ, നിയമനങ്ങളിലുള്ള വെട്ടിപ്പുകൾ, അത് അടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ വി.എസിന് കൈമാറാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി എസ് ജീവൻകുമാർ ചേരുന്നുണ്ട്. ജീവൻ, വി.എസുമായി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ബിജു രമേശ് പറഞ്ഞ വാക്കുകളാണ് നിലവിൽ കേട്ടത്. യഥാർത്ഥത്തിൽ ഈ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ? അരുൺ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇത് സംബന്ധിച്ച വെള്ളാപ്പള്ളിക്ക് എതിരായി SNDPയിൽ ഒരു വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ ധർമ്മവേദിയുടെ പേരിൽ ബിജു രമേശും ഗോകുലം ഗോപാലനും അടക്കമുള്ളവർ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അവർ ഈ കാര്യങ്ങളിൽ അവർ നേരത്തെ ഉയർത്തിയ തെളിവുകളുമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനെ കണ്ടത്. പ്രധാനമായും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് അവർ പ്രതിപക്ഷ നേതാവിന് കൈമാറിയത്. അതോടൊപ്പം തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലും, അതോടൊപ്പം ചേർത്തലയിലെ ഐശ്വര്യ ട്രസ്റ്റിന്റെ പേരിലും SN ട്രസ്റ്റിന്റെ വസ്തുവകകൾ തട്ടിയെടുത്തതിന്റെയും രേഖകളടക്കമുള്ളതാണ് അവർ പ്രതിപക്ഷ നേതാവിന് കൈമാറിയത്. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായ, അതിന് സഹായകരമായ നിരവധി തെളിവുകൾ അവർ കൈമാറിയതായി അവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ നിരവധി സാമ്പത്തിക ക്രമക്കേടുകളാണ് SNDPയിൽ നടക്കുന്നത്. നിലവിൽ 5ഓളം വിജിലൻസ് കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ബിജു രമേശ് ആരോപിച്ചു. അതിൽ പലതിലും ജാമ്യമെടുത്തു നിൽക്കുകയാണ്. SN ട്രസ്റ്റിലെ അഡ്മിഷൻ നടത്തിയ വകയിലും നിയമനങ്ങൾ നടത്തിയ വകയിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഒരു വർഷം 8 കോടിയിലേറെ രൂപ അഡ്മിഷൻ ഇനത്തിലൂടെ മാത്രം വെള്ളാപ്പള്ളി നടേശൻ കൈപ്പറ്റുകയാണെന്നും ബിജു രമേശ് ആരോപിച്ചു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി ഗോകുലം ഗോപാലനും ബിജു രമേശും ചേർന്ന് അല്പസമയത്തിനകം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ശാശ്വതി കാനന്ദയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകളും ഈ കാര്യത്തിൽ അന്വേഷിക്കണമെന്നും 1999 വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്നും വയർലെസ് സെറ്റുകൾ പിടിച്ച ഇൻകം ടാക്സ് റെയ്ഡ്, എൻഫോഴ്സ്മെന്റ് റെയ്ഡിനിടെ വയർലെസ് സെറ്റുകൾ പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും അന്വേഷണം, അതിന്റെ അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും ബിജു രമേശ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വരൂ ജീവൻ, ഒരു കാര്യം കൂടി, ഈ ഗോകുലം ഗോപാലനും ബിജു രമേശും യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് അവർ പുതിയ സംഘടന ഉണ്ടാക്കിയത് തന്നെ വലിയൊരു അളവോളം ഈ അഴിമതി കഥകൾ പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അവരുടെ പുസ്തകങ്ങളിൽ ഇക്കാര്യങ്ങൾ നേരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നെല്ലാം സംഘടനയിലെ ഈ അംഗബലം കാട്ടി വലിയൊരു അളവോളം എതിർത്ത് നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. ആ തെളിവുകളെല്ലാം ഇന്ന് സമഗ്രമായി വി.എസിന് കൈമാറിയതിന് ശേഷം ഒരുമിച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ് തിരുവനന്തപുരത്ത്. അങ്ങനെയാണോ? തീർച്ചയായും അരുൺ, നേരത്തെ തന്നെ ഈ കാര്യത്തിൽ അവർ കഴിഞ്ഞ കുറെ നാളുകളായി വെള്ളാപ്പള്ളിയുടെ സ്വേച്ഛാധിപത്യപരവും ഒപ്പം പണത്തട്ടിപ്പിനെതിരായി നിരവധി ആരോപണങ്ങളും തെളിവുകളും അവർ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉന്നയിച്ചിരുന്നവരാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ അതിനൊരു പൊതുമാനം കൈവന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ കൂടി ഈ കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയതോടുകൂടി ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു പൊതുമാനം വന്നിരിക്കുന്നു. സമാനമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തമ്മിൽ ഇന്ന് ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള തെളിവുകളും അവർ പ്രതിപക്ഷ നേതാവിന് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയെ കൂടുതൽ ഗൗരവമാക്കുന്നത്. അരുൺ.